വിജയ് ചിത്രം ജനനായകന് പ്രദർശനാനുമതി. UA സർട്ടിഫിക്കറ്റ് നൽകാനാണ് കോടതി ഉത്തരവ്. റിലീസ് തീയതി ഉടൻ തീരുമാനിക്കും. സെൻസർ ബോർഡിന് തിരിച്ചടിയാണ് മദ്രാസ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അതേസമയം അപ്പീൽ നൽകാനാണ് സെൻസർ ബോർഡിന്റെ നീക്കം. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഹരി, അപ്പീൽ നൽകിയാൽ ഒരുപക്ഷെ വീണ്ടും വിഷയം കോടതി പരിഗണിക്കേണ്ടതായി വരും. അതിനു മുമ്പ് തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള നീക്കമുണ്ടോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പ്രധാനമായും പറയാനുള്ളത് ഈ ചിത്രത്തിന്റെ പ്രദർശനാനുമതി UA സർട്ടിഫിക്കറ്റ് 16+ ഇത് കോടതി അനുവദിച്ചിരിക്കുന്നു. റിലീസ് ചെയ്യാൻ അനുമതി ഉണ്ട് എന്നുള്ളതാണ് കോടതിയുടെ വാദം. അങ്ങനെ ഈ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ, ജനനായകന്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ ജനുവരി 14 തീയതി എന്നുള്ള ഡേറ്റ് ഉൾപ്പെടെ വന്നു. തമിഴ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ലൈവായി ജനുവരി 14 തീയതി ഈ സിനിമ റിലീസിനെത്തുമെന്ന് പറയുന്ന നിമിഷം തന്നെയാണ് സെൻസർ ബോർഡ് ഇതിന് തിരിച്ച് ഇത് വിടുന്നില്ല എന്നുള്ളത് പറയേണ്ടി വരും. കാരണം സെൻസർ ബോർഡ് ഈ വിധിയിൽ അനുകൂലമായി നിൽക്കുന്നില്ല. അവർ അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്, ചീഫ് ജസ്റ്റിസ് ബെഞ്ചിനെ അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന കാര്യം. അതിന് അനുമതി കിട്ടിയിരിക്കുന്നു. അപ്പോൾ സെൻസർ ബോർഡ് ഇത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പോരാട്ടവുമായിട്ട് അവർ തുടരുമെന്നുള്ളതാണ് സെൻസർ ബോർഡിന്റെ വാദം. നേരെ മറിച്ച് വിജയ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ പലയിടത്തും ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കാരണം ഈ ചിത്രത്തിനെ താഴ്ത്തിക്കെട്ടാൻ, ഈ സിനിമ റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നടപടികൾ, അവസാന നിമിഷ നടപടികൾ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ആൻറ്റി ക്ലൈമാക്സ് ആണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഒരു ട്വിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് രാവിലെ 6 മണി മുതൽ ആരാധകർ തിയേറ്ററിന് മുന്നിൽ ഇരിക്കേണ്ടവരാണ്. ഇപ്പോൾ ഈ സിനിമയുടെ വിധി എന്താകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടെലിവിഷൻ ചാനലിലും ന്യൂസ് ചാനലിലും ഒക്കെ കാത്തിരിക്കുന്നതെന്ന് വേണം തന്നെ പറയാൻ. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അനുകൂലമായിട്ട് വിധി വന്നപ്പോഴേക്കും അവർ ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് സെൻസർ ബോർഡ് ഇപ്പോൾ തിരിച്ച് അപ്പീലുമായി മുന്നോട്ട് പോകുമെന്നുള്ള ധാരണയിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ സിനിമ കണ്ടിരിക്കുന്ന 5 അംഗ ECയിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ സെൻസർ ബോർഡിലെ എക്സാമിനിങ് കമ്മിറ്റിയിലെ ഒരാളാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ ഈ ഹർജി നൽകിയിരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ കേസിൻ്റെ തുടക്കം. ഈ കേസിൻ്റെ ആരംഭം തന്നെ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ ആർമി ഒഫീഷ്യൽസുമായി ബന്ധപ്പെട്ടുള്ള ചില എംബ്ലങ്ങൾ, ചില സിംബലുകളൊക്കെ തന്നെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് കൃത്യമായ വാലിഡേഷൻ വേണമെന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമയ്ക്കെതിരെ ഹർജിയുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ KVN പ്രൊഡക്ഷൻസ് പോലൊരു നിർമ്മാതാക്കൾ, അവരുടെ ആദ്യത്തെ സിനിമയാണ് ജനനായകൻ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് 500 കോടിയോളം രൂപ മുടക്കിയിട്ടുണ്ടെന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ അവർ അറിയിച്ചെങ്കിൽ പോലും കോടതി വിധി 9 തീയതി, അതായത് ഇന്ന് രാവിലെ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ റിലീസ് മാറ്റിവെക്കുകയാണ് ചെയ്തിരുന്നത്. ഇത് എന്നത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യുമെന്നതായിരുന്നു പിന്നീടുള്ള ചോദ്യം. പക്ഷേ ഈ വിധി വന്നതിന് ശേഷം UA സർട്ടിഫിക്കറ്റുമായി മുന്നോട്ട് പോകാമെന്ന് കഴിഞ്ഞതിന് ശേഷം 14 തീയതി, ജനുവരി 14 തീയതി ഈ സിനിമ റിലീസിന് എത്തുമെന്ന് അറിയിച്ചതിന് തൊട്ടടുത്ത നിമിഷമാണ് സെൻസർ ബോർഡ് ഇപ്പോൾ ഈ അപ്പീലുമായിട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ഇപ്പോഴും ഈ കളി അവസാനിച്ചിട്ടില്ല. ഈ റിലീസ് നമുക്ക് ഇപ്പോഴും വയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അപ്പീലുമായിട്ട് സെൻസർ ബോർഡ് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും ഇനി ഇതെങ്ങനെയായിരിക്കും കാര്യങ്ങൾ മാറുക എന്നതാണ് ഇനി ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്, പൊങ്കലായിട്ട് ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരുന്ന സിനിമ, വിജയെ പോലെ TVKയുടെ അധ്യക്ഷനായ വിജയ്ക്ക് അവസാനത്തെ സിനിമ, അങ്ങനെ എല്ലാ തരത്തിലും വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിയ സിനിമ അവസാന നിമിഷം ഒരു ട്വിസ്റ്റ് വരുന്നു, ഒരു ആൻറ്റി ക്ലൈമാക്സ് നടക്കുന്നു. ഇപ്പോഴും ഈ സിനിമയ്ക്ക് ഒരു പ്രദർശനാനുമതി ലഭിച്ചെങ്കിൽ പോലും ഇപ്പോൾ ഈ സെൻസർ ബോർഡ് സെൻസർ ബോർഡ് കളിച്ച ഈ ഒരു കളി കാരണം ഇനി എങ്ങനെയായിരിക്കും ഇതിൻ്റെ കാര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി അറിയേണ്ടത്. നാളെ തമിഴ്നാട് ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരാശക്തി എന്ന സിനിമയുടെ റിലീസും കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കുന്നൊരു കാര്യം. മാത്രമല്ല, ഇത് കഴിഞ്ഞ മാസം പകുതിയോടുകൂടി സെൻസർ കോപ്പി അയച്ചിരുന്നതാണ്, അതായത് സെൻസർ ബോർഡിലേക്ക് അയച്ചിരുന്നത്. പക്ഷേ ഏറ്റവും അവസാനം 5 തീയതിയാണ് പരാതിയുമായിട്ട് കോടതിയിലേക്ക് പോകുന്നത്. അപ്പോൾ പോലും എന്താണ് പരാതി, എന്തുകൊണ്ട് അവസാന നിമിഷം പരാതി നൽകുന്നു എന്ന് കോടതി ചോദിക്കുമ്പോൾ പോലും അതിന് ഞങ്ങൾക്ക് അനുമതിയുണ്ട്, ഞങ്ങൾക്ക് ഇപ്പോഴാണ് അതിൽ പ്രശ്നമുണ്ടായതെന്ന് സെൻസർ ബോർഡ് തിരിച്ച് മറുവാദം ഉന്നയിക്കുകയാണ് ചെയ്തിരുന്നത്. ഇത് ആരാണ് പരാതി കൊടുത്തത്? പ്രത്യേകിച്ച് ഈ സിനിമ പുറത്തു പോയിട്ടില്ല. അതുകൊണ്ട് ഈ സിനിമയുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകാൻ ഇനി ആരാണുള്ളതെന്ന് KVN പ്രൊഡക്ഷൻസ് ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് സെൻസർ ബോർഡിൽ നിന്ന് തന്നെ ഒരാളാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി വരുന്നത്. അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പോരാട്ടവും ഇന്ന് രാവിലെ ഇപ്പോൾ ഏകദേശം 10:30 ഈ കേസുമായി ബന്ധപ്പെട്ട് കേൾക്കുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അനുമതി ലഭിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ സെൻസർ ബോർഡ് വിടുന്നില്ല. അനുമതി കിട്ടുന്ന പശ്ചാത്തലത്തിൽ സെൻസർ ബോർഡ് ആദ്യം മുതൽ തന്നെ അവരുടെ നയം വ്യക്തമാക്കിയിരുന്നതാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് 27-ഓളം കട്ടുകൾ നടത്തിയതിന് ശേഷമാണ് അവർ വീണ്ടും ആദ്യം അയച്ചിരുന്ന കോപ്പിക്ക് ശേഷം 24 തീയതി വീണ്ടും അയക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. സെൻസറിന് മുന്നിലേക്ക് 27 കട്ടുകൾക്ക് ശേഷം വീണ്ടും അയച്ചു. ഡിസംബർ 27 തീയതി മലേഷ്യയിൽ വെച്ച് അവർ ഒരു ഓഡിയോ ലോഞ്ച് നടത്തി. ആ ഓഡിയോ ലോഞ്ചിൽ പോലും ഈ സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. പിന്നീട് ഡിസംബർ 29 തീയതി വാക്കാൽ
UA സർട്ടിഫിക്കറ്റ് 16+ എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ളത് ഉറപ്പ് നൽകിയതിനു ശേഷം പക്ഷേ കയ്യിലേക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അതിന് പിന്നാലെ നടത്തിയ പോരാട്ടങ്ങൾ ഇത് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് പറഞ്ഞതിന് ശേഷം KVN പ്രൊഡക്ഷൻസിന്റെ ഹർജിയുമായിട്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു തിരിച്ചൊരു പരാതി ഇങ്ങനെ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങൾ പറയാം. അങ്ങനെ അവസാന ആഴ്ചകളിൽ ഈ സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളാണ്. ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നത് 3-ാം തീയതിയാണ്. 3-ാം തീയതി ഈ ട്രെയിലർ ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ, പ്രത്യേകിച്ച് തമിഴ്നാട് പൊളിറ്റിക്സ് സംസാരിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, വിജയുടെ TVK എന്ന പാർട്ടിയെ ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ ശ്രമങ്ങൾ, ഇതെല്ലാം തന്നെ അന്ന് ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം തന്നെ വല്ലാത്ത രീതിയിൽ കത്തിയിരുന്നു. ആ കത്തിയതിന് പിന്നാലെയാണ് ഈ പരാതി പോലും മദ്രാസ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത് എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ രാഷ്ട്രീയം തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത് പറയുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം തമിഴ്നാട് ഇലക്ഷൻ സംഭവിക്കാൻ പോകുന്നു. അവിടെ ആദ്യമായി തമിഴക വെട്രിക്കഴകത്തിൻ്റെ അധ്യക്ഷൻ ഉൾപ്പെടെ തമിഴക വെട്രിക്കഴകം മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ള പശ്ചാത്തലം കൂടി നിൽക്കുമ്പോൾ വിജയ് സിനിമ പോലും വിട്ടിട്ട് ഇനി അടുത്തത് രാഷ്ട്രീയത്തിലേക്ക് മാത്രം കടക്കാൻ നിൽക്കുന്നു. അവസാനം സിനിമ പോലും വിട്ട് ജനങ്ങൾക്ക് വേണ്ടി മാത്രം ഇറങ്ങുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അതായത് ഹരികൃഷ്ണൻ, ഈ ജനനായകൻ റിലീസിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ പറയുന്ന ഒന്നുണ്ട്, ഒരു പക്ഷേ വിജയ് അഭിനയിക്കുന്ന അവസാന സിനിമ അതിപ്പോൾ അങ്ങനെ ആകണമെന്നൊന്നുമില്ല. ഇത്തരത്തിൽ പല നായകരും അല്ലെങ്കിൽ സിനിമാ താരങ്ങളും ഒക്കെ പ്രഖ്യാപനം നടത്തിയ ശേഷം വീണ്ടും സിനിമകൾ ഇറങ്ങിയിട്ടുള്ള ചരിത്രമുണ്ട്. അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ TVK മത്സരത്തിന് ഒരുങ്ങുന്നു. അവിടെ മുന്നിൽ നിന്ന് നയിക്കുക വിജയ് തന്നെയാകും. തമിഴ്നാട്ടിൽ നടത്തിയൊരു ഹിതപരിശോധന അല്ലെങ്കിൽ അവിടെ നടത്തിയ ഒരു സർവേയിൽ പോലും വിജയ്ക്ക് വലിയ മുൻതൂക്കം ലഭിച്ച ഒരു പശ്ചാത്തലം കൂടിയൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഹരി സൂചിപ്പിക്കുന്നത് പോലെ ഈ സിനിമയിലെ രംഗങ്ങൾ അത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന തരത്തിലൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കതിൻ്റെ ഉള്ളടക്കം അറിയില്ല, അറിഞ്ഞാൽ തന്നെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ശരിയുമല്ല. അപ്പോൾ ഇതിൽ കൃത്യമായൊരു രാഷ്ട്രീയം കളിക്കുന്നു. ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സെൻസർ ബോർഡ് ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത് എന്നാണോ വിജയ് പക്ഷം പറയുന്നത്? അതുതന്നെയാണ് വിജയ് പക്ഷം ഉന്നയിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഒരു വിജയ് സിനിമയ്ക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. 2010 മുതൽ വിജയ് സിനിമകൾ റിലീസാവുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് വിജയുടെ 50ാമത്തെ സിനിമയായ സൂറ തൊട്ട് മെർസൽ ആവട്ടെ, മെർസലിനൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കത്തി, തെറി, അങ്ങനെ ഈ പറയുന്ന എല്ലാ സിനിമകൾക്കും ഒന്നുകിൽ തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഈ സെൻസർ ബോർഡിൻ്റെ ഭാഗത്ത് നിന്നോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. വിജയ് തന്നെ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് മലേഷ്യയിൽ പറഞ്ഞ കാര്യം എൻ്റെ സിനിമയാണ്, അതുകൊണ്ട് തന്നെ അവസാന നിമിഷം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. അതായത് വിജയ്ക്ക് അറിയാമായിരുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. അത് വ്യക്തമാക്കുന്നതായിരുന്നു വിജയുടെ പ്രസംഗത്തിൽ. ഡിസംബർ 27-ാം തീയതി വിജയ് നടത്തിയ പ്രസംഗത്തിൽ വിജയ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സിനിമയാണ്, ഇതിന് ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ വരും. എന്നിട്ടും ഈ സിനിമ ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ച KVN പ്രൊഡക്ഷൻസിനോട് നന്ദി പറയുകയും ചെയ്തു. അതായത് ഇത് വ്യക്തമാണ്, വിജയ്ക്ക് അറിയാമായിരുന്നു അണിയറയിൽ കളികൾ നടക്കുന്നുണ്ട്, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിനെ തകർക്കാൻ വേണ്ടി, ഇതിന് അവസാന നിമിഷം പൊളിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടക്കുമെന്നുള്ളത് വിജയ്ക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഇതുവരെ ഒരു വിജയ് ചിത്രം പോലും പറഞ്ഞ ദിവസം റിലീസ് ചെയ്യാതിരുന്നിട്ടില്ല. ഇപ്പോൾ പല സിനിമകൾ, ഇപ്പോൾ പുലി പോലൊരു സിനിമയൊക്കെ വന്നപ്പോഴേക്കും ആദ്യത്തെ ഷോയൊക്കെ മാറ്റി പിന്നീട് മാറ്റിനിയിലേക്ക് മാറ്റിയിരുന്നു. തലൈവ പോലുള്ള സിനിമ ബോൺ ടു ലീഡ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ കൊണ്ട് മാത്രം ആ സിനിമയുടെ റിലീസ് പ്രദർശനാനുമതി പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ ആ സിനിമ റിലീസ് ചെയ്തില്ലെങ്കിൽ പോലും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ റിലീസ് ചെയ്തിരുന്നു. പക്ഷേ ജനനായകൻ പോലൊരു സിനിമ ഇത്രയധികം ഡിസ്ട്രിബ്യൂഷൻ ലോകമൊട്ടാകെ തന്നെ പല രാജ്യങ്ങളിലും ഈ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ പോലും ഒരിടത്തും ഈ സിനിമ പ്രദർശിപ്പിക്കാതെ ഇന്ന് സിനിമ 6 മണിക്ക് കേരളത്തിൽ ആദ്യ പ്രദർശനം ആരംഭിക്കേണ്ടിയിരുന്നതാണ്. തീർച്ചയായും ഹരി സൂചിപ്പിക്കുന്ന പോലെ ഏതാണ്ട് 25 രാജ്യങ്ങളിൽ പ്രദർശനാനുമതി നേടിയിട്ടുള്ള സിനിമയാണ്. എന്തായാലും ഇതിൽ രാഷ്ട്രീയം കൂടിയുണ്ട് എന്ന് പറയുമ്പോൾ വിജയുടെ അഭിഭാഷകൻ എന്താണ് പറയുന്നത് എന്ന് കൂടി കേൾക്കാം. தமிழக வெற்றி கழக தலைவர் தளபதி வெற்றி தலைவர் விஜய் அவர்களின் கடைசி படமான ஜனநாயகன் திரைப்படத்தின் வெளியீடு இன்று 9/1/2026 அன்று நிர்ணயிக்கப்பட்ட நிலையில் அதற்கான சென்சார் சர்டிஃபிகேட் கோரி ஏற்கனவே அனுமதி கோரியிருந்த நிலையில் வேண்டுமென்றே மத்திய அரசு அது சர்டிஃபிகேட் வழங்கும் அமைப்பு ஏற்கனவே அதனை படத்தை பார்த்து முடித்தும் சர்டிஃபிகேட் வழங்காமல் இருந்தது. தமிழக வெற்றி கழகத்தின் தொண்டர்கள் மற்றும் ரசிகர்கள் மற்றும் அல்லாமல் தமிழக மக்களே திருவிழாவாக கொண்டாடி மகிழ்ந்து கொண்டிருந்த இந்த வேளையில் வேண்டுமென்றே அந்த மகிழ்ச்சியை தடுக்க வேண்டும், தலைவர் வெற்றி தலைவர் அவர்களின் வெற்றியை தடுக்கும் நோக்கில் வேண்டுமென்றே சர்டிஃபிகேட் கொடுக்காமல் இழுத்தடித்து வந்தனர். இதனால் அதன் ப்ரொடக்ஷன் நிறுவனமான KVN நிறுவனம் உயர்நீதிமன்றத்தை அணுகி ஏற்கனவே படத்தை பார்த்து சர்டிஃபிகேட் UA சர்டிஃபிகேட் கொடுப்பதற்கான பரிந்துரை அளித்த பிறகும் சர்டிஃபிகேட் கொடுக்கப்படவில்லை. ஆனால் எனவே சர்டிஃபிகேட் கொடுக்க உத்தரவிடுமாறு ரிட் ஆஃப் மேண்டமஸ்
சென்னை உயர்நீதிமன்றத்தில் தாக்கல் செய்யப்பட்டது. യെസ്, വക്കീൽ എന്തായാലും അഭിഭാഷകൻ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. AU സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു, അനുമതി നൽകിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ മറ്റ് രാജ്യങ്ങളിലടക്കം, പക്ഷേ അവിടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് മറ്റ് രാജ്യങ്ങളിലെ സെൻസർ സംവിധാനങ്ങൾ വ്യത്യസ്തമാണ്. അതിപ്പോൾ എന്ത് സീനുകൾ ആണെങ്കിലും അത് ക്രൂര രംഗങ്ങളാകാം, ലൈംഗികത നിറയുന്ന രംഗങ്ങളാകാം, മതവിദ്വേഷമുള്ള രംഗങ്ങളാകാം, അതൊക്കെ ഓരോ രാജ്യത്തും വ്യത്യസ്തമാണ്. അവിടുത്തെ പശ്ചാത്തലത്തിനനുസരിച്ചാണ് പ്രദർശനാനുമതികൾ ലഭിക്കുക. എന്തു തന്നെയാണെങ്കിലും ഇതിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതിനൊരു രാഷ്ട്രീയമുണ്ട് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. സിനിമയുടെ ഉള്ളടക്കത്തിനപ്പുറത്ത് ആ രാഷ്ട്രീയമാണ് ഇപ്പോൾ സെൻസർ ബോർഡ് കളിക്കുന്നത് എന്ന പരാമർശം കൂടി നിലനിൽക്കുന്നു. എന്തായാലും സിനിമ ഉടൻ റിലീസ് ചെയ്യുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു പശ്ചാത്തലമല്ലേ ഉള്ളത് ഹരി? തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ അനുമതി കിട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇപ്പോൾ കേരളത്തിലായാലും തമിഴിലെ ആയാലും ഒക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് റിലീസ് തീയതിയായ ജനുവരി 14 ഉറപ്പിച്ചു. പല പ്രേക്ഷകരും 14 തീയതി എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. പക്ഷേ അത് 14 തീയതി എന്ന് ഉറപ്പിക്കാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് പറയാൻ. കാരണം ഇതൊരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ വിജയ് വേഴ്സസ് CBFC എന്നുള്ള രീതിയിലേക്ക് കാര്യം മാറുകയാണ്. അത് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അനുമതി കിട്ടിയതിന് ശേഷവും സെൻസർ ബോർഡ് അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും അത് നമുക്ക് അങ്ങനെ 14 തീയതിയാണെന്ന് നിലവിൽ ഉറപ്പിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് സിംഗിൾ ജഡ്ജിൻ്റെ ഈ ഒരു വിധിയെ അപ്പീൽ കൊടുക്കുന്നതാണ്, ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് CBFC മുന്നോട്ട് പോകുന്നത്. അത് ഇന്ന് ഹിയർ ചെയ്യും, അല്ലെങ്കിൽ തിങ്കളാഴ്ച. കാരണം അടുത്ത ദിവസങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ശനി ഞായർ ഒന്നും ഉണ്ടാവില്ല, തിങ്കളാഴ്ചയായിരിക്കും ഇത് കേൾക്കുക എന്നുള്ളത് വേണം പറയാൻ. അതുകൊണ്ട് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനി അവിടെ പോയി അപ്പീൽ കൊടുത്തതിന് ശേഷം അതും തള്ളുകയാണെങ്കിൽ ഈ 14 തീയതി എന്ന തീയതിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പ്രത്യേകിച്ച് പൊങ്കൽ സമയമാണ്. സാധാരണയായി വിജയ് ചിത്രങ്ങൾ പൊങ്കൽ റിലീസ് ചെയ്യാറുണ്ട്. അവിടെ തമിഴ്നാട്ടിലൊരു വലിയ ഉത്സവം തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അതൊരു വിജയ് ചിത്രത്തിനെ കൂടിയാകുമ്പോൾ ആഘോഷം. പല നടന്മാരുൾപ്പെടെ വിജയെ അനുകൂലിച്ചുകൊണ്ട് അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചിമ്പു ഉൾപ്പെടെ വന്നു, അല്ലെങ്കിൽ രവി മോഹൻ, അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ അവരുടെ നിലപാട് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി. ഈ സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ വിജയ് സിനിമകൾക്ക് ആദ്യമായിട്ടല്ല ഇതുപോലുള്ള വേട്ടയാടലുകൾ സംഭവിക്കുന്നത്. എത്രയോ വട്ടം ഇതുപോലുള്ള വിജയ് സിനിമകൾക്ക് നേരെ കല്ലേറുകൾ ഉണ്ടായിട്ടുണ്ട്, ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്, സിനിമ ഡേറ്റ് മാറ്റുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് റിലീസ് ഡേറ്റ് മാറ്റിവെക്കപ്പെടുന്ന ആദ്യ വിജയ് സിനിമയാണെന്നുള്ള ഒരു പ്രശ്നവും കൂടിയുണ്ട്. പക്ഷേ അങ്ങനെ മാറ്റിവെക്കുകയാണെങ്കിൽ ഇതിന് ഏത് ദിവസത്തിലേക്ക് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് 14 തീയതിയിലേക്ക്, ഈ അനുമതി കിട്ടിയ പാടെ തന്നെ 14 തീയതി എന്നുള്ളത് അവർ അറിയിക്കുകയായിരുന്നു. കാരണം പ്രൊഡക്ഷൻ കമ്പനിയും തിയേറ്റർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഓണേഴ്സ് എല്ലാവരും ചേർന്നെടുത്ത ഒരു തീരുമാനമായിരിക്കാം 14 തീയതി എന്നുള്ളത്. കാരണം അപ്പം തന്നെ ഇത് വലിയധികം ഫ്ലാഷായി ആളുകളുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിലാണ് CBFC ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു സാഹചര്യത്തിലാണ് 14 തീയതി നിലവിൽ ഉറപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉള്ളതാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ വഴികൾ എടുത്ത് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ മാസം പകുതിയോടുകൂടി സെൻസർ ബോർഡിലേക്ക് അയച്ചിരിക്കുന്ന ഈ സിനിമ എന്തുകൊണ്ട് ഇത്രയധികം ഡിലേ ആയി പരാതി കൊടുത്തു എന്നുള്ളിടത്തു നിന്നാണ് ഇതിന് രാഷ്ട്രീയമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ആദ്യം നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ട്രെയിലർ തന്നെ TVK എന്ന വിജയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ, അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പല സീനുകൾ, സംഭാഷണങ്ങൾ ഉൾപ്പെടെ ഈ ട്രെയിലറിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. സിനിമ കണ്ടാൽ മാത്രമേ അതിന് കൂടുതൽ ധാരണകൾ ഉണ്ടാകുമെങ്കിൽ പോലും വിജയുടെ രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ കൃത്യമായൊരു ബേസായിട്ട് വിജയ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ധാരണകളുണ്ട്. അത് ആ ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന പല രംഗങ്ങളുമുണ്ട്. അത് ആണോ ഈ ഒരു പരാതിക്ക് പിന്നിലും ഇപ്പോൾ ഈ കോടതി കയറി ഇറങ്ങുന്ന രീതിയിലേക്ക് ഈ സിനിമയെ മാറ്റാനുള്ള കാരണവും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അതിലേക്കും ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ പോലും നിലവിലും വിജയ് ആരാധകർക്ക് അങ്ങ് സന്തോഷിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള വാർത്തയല്ല വരുന്നത്. അനുമതി ഉണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും അതിന് തിരിച്ച് CBFCയുടെ ഭാഗത്തു നിന്നൊരു അപ്പീൽ പോകുന്നതോടുകൂടി ഇനിയും കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് റിലീസ് തീയതി 14 എന്ന് ഉറപ്പിക്കാൻ വരട്ടെ, ഇനിയും കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും, കുറച്ച് നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് വേണം ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ട് നിലവിൽ പറയാനുള്ളത്. അഭിലാഷ്, യെസ്, വിജയ് സിനിമ ജനനായകന് ഇപ്പോൾ പ്രദർശനാനുമതി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അപ്പീൽ പോവുക എന്ന നിലപാടിലേക്ക് സെൻസർ ബോർഡ് എത്തുന്നു എങ്കിൽ തീർച്ചയായും സിനിമയുടെ പ്രദർശനം വീണ്ടും വൈകുന്ന പശ്ചാത്തലമുണ്ടാകും. ഇനി കോടതി ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ നൽകി ആ അപ്പീലിന്മേൽ നിലവിലെ വിധി സ്റ്റേ ചെയ്ത പശ്ചാത്തലമുണ്ടായാൽ മാത്രമാണ് ആ പ്രതിസന്ധിയുള്ളൂ. അതിനപ്പുറത്ത് സിനിമയുടെ പ്രദർശനാനുമതിക്ക് മാറ്റമൊന്നുമില്ല, അത് തുടരാം എന്നുള്ളതാണ് കോടതി നിരീക്ഷണമെങ്കിൽ സിനിമ വളരെ പെട്ടെന്ന് തിയേറ്ററുകളിലേക്ക് എത്തും. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് ആ അനിശ്ചിതത്വം തുടരുക തന്നെയാണ്.